ലോകത്തിലെ ഏറ്റവും പുരാതനമായ ക്രൈസ്തവ സമൂഹങ്ങളിലൊന്ന് ഇന്ന് അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. യേശുക്രിസ്തു ജീവിച്ചിരുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഹൃദയഭൂമിയായ ഇസ്രായേലിൽ നിന്നും വരുന്നത് അത്യന്തം ആശങ്കയുണർത്തുന്ന വാർത്തകളാണ്. ഇസ്രായേലിലെ തീവ്ര ജൂത ദേശീയവാദികൾ അവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും അവരുടെ ആരാധനാലയങ്ങൾക്കും നേരെ നടത്തുന്ന അതിക്രമങ്ങൾ അഭൂതപൂർവമായ രീതിയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡപ്തിലേക്ക്. റിലീജിയസ് ഫ്രീഡം ഡേറ്റാ സെന്റർ ഈ ജൂലൈ ആദ്യവാരം പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇസ്രായേലിലും ഇസ്രായേൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളിലും ക്രൈസ്തവർക്കെതിരെയുള്ള ജൂത തീവ്രവാദികളുടെ അതിക്രമങ്ങൾ ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 181 അതിക്രമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ 2026 ആദ്യ പകുതി പിന്നിടുമ്പോൾ തന്നെ ആ റെക്കോർഡും തകരുന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വെറും 3 മാസത്തിനിടെ മാത്രം 83 അതിക്രമങ്ങളാണ് രേഖപ്പെടുത്തിയത്. ഇതിൽ പകുതിയിലധികവും, അതായത് 56% സംഭവങ്ങളും തെരുവിൽ ക്രൈസ്തവ വൈദികർക്കും സന്യസ്തർക്കും നേരെ തുപ്പുക പോലെയുള്ള നികൃഷ്ടമായ രീതികളാണ്. വെറും ഒരു തുപ്പലിലോ തെറിവിളിയിലോ ഒതുങ്ങുന്നതല്ല ഈ വിദ്വേഷം. കല്ലേറുകൾ, മഠങ്ങളിലേക്കും ഗസ്റ്റ് ഹൗസുകളിലേക്കും മുട്ടയും മാലിന്യങ്ങളും എറിഞ്ഞ് അശുദ്ധമാക്കൽ, കുരിശുകളും കല്ലറകളും തകർക്കൽ, വിദ്വേഷ ഗ്രാഫിറ്റികൾ എഴുതിവെക്കൽ എന്നിവയെല്ലാം ഇന്നവിടെ പതിവായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ജെറുസലേമിലെ മൗണ്ട് സിയോണിൽ വെച്ച് ഒരു ഫ്രഞ്ച് കത്തോലിക്ക കന്യാസ്ത്രീയെ ഒരു ജൂത യുവാവ് റോഡിൽ തള്ളിയിട്ട് ക്രൂരമായി ചവിട്ടുന്ന CCTV ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. ജെറുസലേമിലെ സിയോൺ മലയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ കത്തോലിക്ക മഠവും പള്ളിയുമാണ് ഡോർമിഷൻ അബി. ഇവിടുത്തെ മേധാവിയായ നിക്കോഡമസ് ഷ്നാബൽ വ്യക്തമാക്കുന്നത് ക്രൈസ്തവർ അവിടെ ദിവസേന മർദ്ദിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നും ഭയം കാരണം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്ന അക്രമങ്ങൾ ഇതിലും എത്രയോ ഇരട്ടിയുമാണെന്നാണ്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായതെന്ന് ചോദിച്ചാൽ ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവുമുണ്ട്. ഇസ്രായേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീവ്ര വലതുപക്ഷ മതമൗലികവാദ നിലപാടുള്ള ബെന്യാമിൻ നെതന്യാഹു സർക്കാരിന്റെ ഭരണത്തിന് കീഴിലാണ് ഈ അക്രമികൾക്ക് ഇത്രയധികം ധൈര്യം ലഭിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തീവ്ര ദേശീയവാദികളായ ഭരണകർത്താക്കൾ ഈ അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്. പലപ്പോഴും അതിക്രമങ്ങൾക്ക് ഇരയായി പരാതി നൽകാൻ പോകുന്ന വൈദികരെ പരാതിയിൽ നിന്ന് പിന്തിരിപ്പിക്കാനാണ് ഇസ്രായേൽ പോലീസ് ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണവും റിലീജിയസ് ഫ്രീഡം ഡേറ്റാ സെന്റർ ഉന്നയിക്കുന്നു. ഈ വിദ്വേഷാക്രമണങ്ങളുടെ പ്രധാന ഇരകൾ ജെറുസലേമിലെ പഴയ നഗരത്തിൽ നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന അർമേനിയൻ വംശജരായ ക്രിസ്ത്യാനികളാണ്. അവിടുത്തെ ചരിത്ര പ്രസിദ്ധമായ അർമേനിയൻ ക്വാർട്ടർ കേന്ദ്രീകരിച്ച് തീവ്ര ജൂത ഗ്രൂപ്പുകൾ നിരന്തരമായ അതിക്രമങ്ങളാണ് അഴിച്ചുവിടുന്നത്. അർമേനിയൻ വൈദികർ തെരുവിലിറങ്ങുമ്പോൾ വിദ്വേഷത്തോടെ തുപ്പുക, അവരുടെ സ്ഥാപനങ്ങളുടെ ചുവരുകളിൽ ക്രിസ്ത്യാനികൾക്ക് മരണം, അർമേനിയക്കാർക്ക് മരണം എന്നിങ്ങനെയുള്ള വംശീയ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ എഴുതി വെക്കുക എന്നിവ അവിടെ പതിവായി മാറിയിരിക്കുന്നു. വെറും ഒരു തെരുവ് അക്രമത്തിനപ്പുറം അർമേനിയൻ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ഭൂമിയും പൈതൃക സ്വത്തുക്കളും വ്യവസ്ഥാപിതമായി തട്ടിയെടുക്കാനുള്ള ശക്തമായ ശ്രമങ്ങളും ഇസ്രായേലിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. വിനോദസഞ്ചാര വികസനത്തിന്റെ മറവിലും മറ്റും തങ്ങളുടെ ചരിത്രപരമായ ഇടങ്ങളിൽ നിന്നും തങ്ങളെ തുടച്ചു നീക്കാനുള്ള ഈ നീക്കങ്ങൾക്കെതിരെ വലിയ നിയമ പോരാട്ടത്തിലും ആശങ്കയിലുമാണ് അവിടുത്തെ അർമേനിയൻ ജനവിഭാഗം. തങ്ങളുടെ സാംസ്കാരികവും മതപരവുമായ അസ്തിത്വം തന്നെ ജെറുസലേമിൽ ഇല്ലാതാകുമോ എന്ന ഭീതിയിലാണ് ഈ സമൂഹം ഇന്ന് ജീവിക്കുന്നത്. ഗസ യുദ്ധവും ഇതിനോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ ധ്രുവീകരണവും ഈ വിദ്വേഷത്തിന്റെ ആക്കം കൂട്ടി. വിനോദസഞ്ചാരികളെയും തീർത്ഥാടകരെയും ആശ്രയിച്ചു കഴിയുന്ന അവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർന്നതിന് പുറമെയാണ് ഈ ശാരീരികമായ അതിക്രമങ്ങൾ. ഇതിന്റെ ഫലമായി ഇസ്രായേലിലെ 77% ക്രൈസ്തവരും കടുത്ത വിവേചനവും അക്രമവും ഭയന്ന് അവിടെ നിന്ന് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്.